എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയെ തെളിവെടുപ്പിനായി റോഡ് മാർഗം കേരളത്തിലെത്തിക്കും. സൈഫിയെ എലത്തൂരെത്തിക്കാൻ 19 മണിക്കൂറെടുക്കും. കനത്ത സുരക്ഷയിലാകും സൈഫിയെ എത്തിക്കുക. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഏത് രീതിയിലേക്കുള്ള തെളിവെടുപ്പിലേക്ക് കടക്കുന്നു, എപ്പോഴത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? എലത്തൂർ കേസിൽ അറസ്റ്റിലായ പ്രതി ഷാരൂഖ് സൈഫിയെ മഹാരാഷ്ട്രയിൽ നിന്ന് റോഡ് മാർഗമാണ് കേരളത്തിൽ എത്തിക്കുക. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് എത്തിക്കുക. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, തുടരാം. അവിടെ ഇന്ന് വൈകിട്ട് തന്നെ പ്രതിയുമായി അവിടെ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം എലത്തൂരിലേക്ക് തിരിക്കും എന്ന വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. നിലവിൽ ലഭ്യമായ സൂചനകൾ പ്രകാരം റോഡ് മാർഗമായിരിക്കും പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുക. വിമാനമാർഗം അവിടെ നിന്ന് ഈ പിടിയിലായ സ്ഥലത്ത് നിന്ന് പ്രതിയുമായി എലത്തൂരിലേക്ക് എത്തുന്നതിന് ചില സാങ്കേതികമായ പരിമിതികൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ പ്രതിയുമായി റോഡ് മാർഗം അതീവ സുരക്ഷയിൽ എലത്തൂരിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രതിയെ കോഴിക്കോട് എത്തിച്ച് അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് വിവിധ അന്വേഷണ ഏജൻസികൾ എത്തിക്കുന്നത്. ശാരീരികമായ ചില അവശതകൾ ഈ മുഹമ്മദ് സൈഫിക്ക് ഉള്ളതിനാൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി എല്ലാ സുരക്ഷാ ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. കനത്ത സുരക്ഷയോടുകൂടിയായിരിക്കും ഷാരൂഖ് സൈഫിയെ കേരളത്തിലേക്ക് റോഡ് മാർഗം എത്തിക്കുക.